നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 6. അങ്ങനെ ഇന്ന് മുതൽ നമ്മൾ നിഫ്റ്റിയുടെ പുതിയൊരാഴ്ചയിലേക്ക് എൻ്റർ ആവുകയാണ്. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ പ്രശ്നങ്ങളൊന്നും ഉടലെടുത്തിട്ടില്ല. എന്നാൽ നിലവിലുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം നേരിയ തോതിലാണെങ്കിലും രൂക്ഷമായ സാഹചര്യത്തിൽ ഇറാഖ് യുഎസിനും ഇറാനും ഇടയിൽ മധ്യസ്ഥത വഹിക്കുവാൻ തയ്യാറാണെന്നുള്ള ഓഫർ വച്ചിട്ടുണ്ട്. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്നും കഴിഞ്ഞ ദിവസം യുഎസ് പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ ഫ്രീഡത്തിനെതിരെ പ്രഖ്യാപിത ഹോർമൂസ് ഇടനാഴിയിൽ നിന്ന് കപ്പലുകൾ വഴിതിരിച്ചുവിട്ടാൽ ഉറച്ച പ്രതികരണം നടത്തുമെന്നുള്ള മുന്നറിയിപ്പാണ് IRGC നൽകുകയുണ്ടായത് ഇന്നലെ. ഇതിനെ തുടർന്ന് നിലവിൽ ഇറാൻ കരാറിനായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്കിടയിൽ പ്രൊജക്ട് ഫ്രീഡം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചതായിട്ട് യുഎസ് പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റുള്ള അപ്ഡേറ്റ്സ് ഒന്നും തന്നെ ഇല്ല. സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ത്യയിൽ നിന്നും ഇറാനിലെ യുദ്ധത്തിന്റെ ആഘാതം ലഘൂകരിക്കുവാനായിട്ട് ബിസിനസ്സുകളെയും വിമാന കമ്പനികളെയും സഹായിക്കുന്നതിന് കേന്ദ്ര സർക്കാർ 181 ബില്യൺ രൂപയുടെ അഥവാ 1.9 ബില്യൺ US$ മൂലധന വിഹിതം നൽകുന്ന ഒരു ക്രെഡിറ്റ് ഗ്യാരണ്ടി പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ ഇന്നലെ അംഗീകാരം നൽകി. ഇത് COVID-19 പാൻഡമിക് സമയത്ത് നടപ്പിലാക്കിയ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾക്കായിട്ടുള്ള കൊളാട്രൽ രഹിത ഓട്ടോമാറ്റിക് ലോണുകളുടെ രൂപത്തിൽ നൽകിയ ആശ്വാസത്തിന് സമാനമായിട്ടാണ് എല്ലാ മേഖലകൾക്കും നൽകുമെന്നുള്ള പ്രഖ്യാപനം വരികയും ചെയ്തു. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ബജാജ് ഓട്ടോ ലിമിറ്റഡ്, ബ്രിഗേഡ് എന്റർപ്രൈസസ് ലിമിറ്റഡ്, ബ്ലൂ സ്റ്റാർ ലിമിറ്റഡ്, ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ്, ഹെക്സാവെയർ ടെക്നോളജീസ്, മീഷോ, 197 കമ്മ്യൂണിക്കേഷൻസ്, ശ്രീ സിമെന്റ്, റാഡിക്കോ കൈത്താൻ, റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ ക്വാർട്ടർ ഫോർ ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. 6 സംസ്ഥാനങ്ങളിലുടനീളമായി 23,437 കോടി രൂപയുടെ റെയിൽ വികസന പദ്ധതിക്കും 3 മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾക്കും ഇന്നലെ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകുകയും ചെയ്തു. ആയതിനാൽ തന്നെ ഇന്ന് റെയിൽവേ സ്റ്റോക്കുകൾ ഒരുപക്ഷെ ശ്രദ്ധ ആകർഷിച്ചേക്കാം. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് 24,350 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 24,600 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ അതേസമയം 24,000 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിക്കൽ മാത്രമല്ല ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടെ തന്നെയാണ്. കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 20-day EM നിലനിൽക്കുന്നതും. ആയതിനാൽ തന്നെ ഈ ലെവൽ നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് ഈ ആഴ്ചയിലെയും മാത്രമല്ല കഴിഞ്ഞ ആഴ്ചയിലെയും വീക്ക്ലി ലോ ആയ 23,800 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ 23,800 എന്ന ലെവലും നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് ഒരു പക്ഷെ വന്നു കഴിഞ്ഞാൽ തുടർന്ന് 23,500 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണവും തള്ളിക്കളയാനാവുകയില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്നലെ കൺസോളിഡേഷനോട് കൂടിയിട്ടാണെങ്കിലും നഷ്ടത്തോടു കൂടി തന്നെ ഇന്ത്യൻ മാർക്കറ്റിന് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. കൂടാതെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വീണ്ടും 3,621.58 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തുകയാണ് ഉണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2,602.62 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ഇന്ന് ഇന്ത്യയിൽ നിന്നും രാവിലെ 10:30 ഏപ്രിൽ മാസത്തെ HSBC കോമ്പോസിറ്റ് സർവീസ് PMI ഫൈനൽ ഡാറ്റകളുടെ റിലീസ് നടക്കാനുണ്ട്. ഇന്നലെ US നിന്നും വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം പ്രധാനപ്പെട്ട 2 ഗ്ലോബൽ ഇവന്റുകൾ ഉണ്ടായിരുന്നു. വൈകുന്നേരം 7:30 അതിൽ ഏപ്രിൽ മാസത്തെ ISM സർവീസ് PMI ഡാറ്റയിൽ മാർച്ചിലെ 54 എന്ന ലെവലിൽ നിന്നും ഏപ്രിൽ ആയപ്പോൾ 53.6 എന്ന ലെവലിലേക്ക് നേരിയ ഇടിവ് രേഖപ്പെടുത്തി. എങ്കിലും 50 എന്ന പ്രിഫറൻഷ്യൽ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാനുമായി. കൂടാതെ അതേസമയം തന്നെ US നിന്നും റിലീസ് ചെയ്യപ്പെട്ട മാർച്ച് മാസത്തെ ജോബ് ഓപ്പണിംഗ് ഡാറ്റയിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഫെബ്രുവരിയിലെ 6.922 മില്യണിൽ നിന്നും 6.866 മില്യണിലേക്ക് നേരിയ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും US തൊഴിൽ വിപണി സ്ഥിരത നിലനിർത്തുകയും ചെയ്തു. ഇന്ന് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ ഒന്നും തന്നെയില്ല. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് 1.5%, ഡോക്ടർ റെഡ്ഡീസിന് 0.5%, HDFC ബാങ്കിന് നേരിയ നഷ്ടത്തോടു കൂടിയിട്ടും ICICI ബാങ്ക് ADRന് 0.5%-നടുത്തും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഇൻഫോസിസ് ADRന് 1.25% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ വിപ്രോ ADRന് ഫ്ലാറ്റ് ആയിട്ടും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റില്
S&P 500-നും നാസ്ഡാക്കിനും റെസിസ്റ്റേഷൻ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം നേരിയ തോതിൽ ഹീറ്റപ്പ് ആയെങ്കിലും പിന്നീട് അത് കൂൾ ഓഫ് ആയതിനെ തുടർന്ന് നഷ്ടങ്ങളൊക്കെ തിരിച്ചുപിടിക്കുവാനുമായി തൽഫലമായി S&P 500-നും നാസ്ഡാക്കിനും ഇന്നലെ അതിന്റെ നിലവിലെ റെക്കോർഡ് ഹൈയുടെ അടുത്തേക്ക് എത്തിച്ചേരുവാനുമായി തൽഫലമായി S&P 500-ന് 0.25%-ലേറെയും നാസ്ഡാക്കിന് 1%-ലേറെയും നേട്ടത്തോടുകൂടെ തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. കൂടാതെ US-ലെ ഡോ ജോൺസ് ഫ്യൂച്ചറും നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 1.5%-നടുത്ത് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് 1%-ലേറെയും ജർമ്മൻ മാർക്കറ്റിന് 1.25%-നടുത്തും നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ടും സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ കൊറിയൻ മാർക്കറ്റ് 5.25%-ലേറെ നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളതും. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 1%-ലേറെ ഇടിവാണ് അനുഭവപ്പെടുന്നത്. ഏകദേശം $1.25 ബ്രെന്റ് ക്രൂഡിന്റെ വില $108.60 പെർ ബാരൽ എന്ന നിലയിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില $100.99 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഗോൾഡിന്റെ വിലയിൽ 1.25%-നടുത്ത് അഥവാ $54 ഉയർച്ചയാണ് അനുഭവപ്പെടുന്നതും $4,610.38 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ ഇന്നത്തോടുകൂടി നിഫ്റ്റിയിലെ അടുത്ത ആഴ്ചയിലേക്കുള്ള വീക്ക്ലി കോൺട്രാക്ട്സിൽ ഏകദേശം ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇന്നലെ ക്ലോസിംഗ് ബേസിസിൽ നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 20-day EMAയ്ക്ക് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. RSIയിൽ ഇന്നലെ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയിട്ടും 50 എന്ന ലെവലിന് മുകളിലായിട്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനുമായി. വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. പുട്ട് സൈഡിലേക്കും അതേസമയം 24,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നത്. ബാങ്ക് നിഫ്റ്റിക്കും ഇന്നലെ ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നതിനെ തുടർന്ന് ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകൾ ഉൾപ്പെടെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ താഴെയായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് തുടരേണ്ടതായിട്ടും വന്നു. മാത്രമല്ല ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 10-day EMA 20-day EMAയ്ക്ക് താഴേക്കായിട്ട് പതിക്കുകയും ചെയ്തു. RSIയിലും ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 43.77 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 56,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുക. പുട്ട് സൈഡിലേക്കും 56,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 54,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ കോട്ടഫോ കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. കോഫോച്ച് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റില് 145%-ന്റെയും റവന്യൂവില് 5%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. അജന്ത ഫാർമ നെറ്റ് പ്രോഫിറ്റില് 18.7%-ന്റെയും റവന്യൂവില് 21.5%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. L&T നെറ്റ് പ്രോഫിറ്റില് 53.3%-ന്റെ ഉയർച്ച രേഖപ്പെടുത്തി. കൂടാതെ 38 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിച്ചു. വിക്രം എഞ്ചിനീയറിംഗ് സൗരോർജ സംയോജിത ഊർജ പദ്ധതികൾക്കായി കമ്പനിയുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനമായ വിക്രാൻ റിന്യൂവബിൾ കമ്പനിയിലേക്ക് സംയോജിപ്പിക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. KEC ഇന്റർനാഷണൽ 1,002 കോടി രൂപയുടെ പുതിയ ഓർഡറുകൾ കമ്പനിക്ക് ലഭിച്ചു. ധാര റെയിൽ പ്രോജക്ട്സ് ഇന്ത്യ മാക്സ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ധാര റെയിൽ പ്രൊജക്ടുകളുടെ 80,000 ഓഹരികൾ ഓഹരി ഒന്നിന് 124 രൂപ 66 പൈസ പെർ ഷെയർ എന്ന നിലയിൽ വിറ്റഴിച്ചു. KRM ആയുർവേദ പൈനോക്ക് ഗ്ലോബൽ ഫണ്ട് സ്റ്റോക്കിൽ നിന്നും 1.13 ലക്ഷം ഓഹരികൾ ഓഹരി ഒന്നിന് 235 രൂപ 62 പൈസ പെർ ഷെയർ നിലയിൽ വിറ്റഴിച്ചു. BEL ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾക്കായി പ്രതിരോധ മന്ത്രാലയവുമായി 1,476 കോടി രൂപയുടെ കരാറിൽ ഒപ്പുവെച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഗുജറാത്തിലെ വാടിനാറിൽ 1,570 കോടി രൂപയുടെ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റിക്കായി കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ദീൻദയാൽ പോർട്ട് അതോറിറ്റിയും കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡും
സംയുക്തമായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നതും. ഇൻഡിജൻ 2023-24 വർഷത്തേക്ക് പലിശ ഉൾപ്പെടെ 436.88 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡ് നോട്ടീസ് കമ്പനിക്ക് ലഭിച്ചു. ഹീറോ മോട്ടോർ കോർപ്പ് കമ്പനിയുടെ Q4 റിസൾട്ടില് നെറ്റ് പ്രോഫിറ്റില് 30% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 1401 കോടി രൂപ റിപ്പോർട്ട് ചെയ്തു. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 29% വർധനവും രേഖപ്പെടുത്തി. കൂടാതെ 75 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.